بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وإن شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به أرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولقد أوحي إليك وللذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, അവിടുത്തെ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കുറഞ്ഞൊരു കാലത്തെ ജീവിതമാണ് നമുക്ക് ദുനിയാവിൽ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളുമായി ദുനിയാവിലെ ജീവിതം അവസാനിക്കുകയും പരലോകത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയുമാണ്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ ദൈവീക മാർഗദർശനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് പ്രവാചകന്മാരുടെ വിയോഗത്തോടു കൂടിയാണ്. മൂസ അലൈഹിസ്സലാം കുറച്ചു ദിവസത്തേക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വാങ്ങിക്കുവാൻ വേണ്ടി മാറി നിന്നപ്പോഴേക്കും ആ ജനത ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ആരാധിച്ചതിനെക്കുറിച്ച് ഖുർആൻ പഠിച്ച നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്നും വിടവാങ്ങിയിട്ട് 1446 വർഷങ്ങൾക്കധികമായി. സ്വാഭാവികമായും ഈ സമൂഹവും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ ഹുദയിലേക്ക് നയിക്കാൻ അവതരിപ്പിച്ച ഖുർആനിൽ നിന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, എനിക്കുമുണ്ടായിരുന്ന ഒരു ജാഹിലിയ കാലഘട്ടം. അള്ളാഹുവിന് പുറമെ അവൻ്റെ അടിമകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയിരുന്ന ഒരു കാലഘട്ടം. മതമല്ലാത്ത കാര്യം മാതാപിതാക്കളിൽ നിന്നും പൂർവീകരിൽ നിന്നും മതമായി സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും അത് ആചരിക്കുകയും ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനും ഇസ്ലാം മനസ്സിലാക്കുവാനും ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഇന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇങ്ങനൊരു മിമ്പറിൽ നിന്നുകൊണ്ട് ഈ ഖുതുബ നിർവഹിക്കുമ്പോൾ ഞാൻ റബ്ബിനെ കുറിച്ച് ഓർക്കുകയാണ്. ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മഹത്തായ ഫളലുകൊണ്ട് ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീമായ മാർഗത്തിലേക്ക് അവൻ എന്നെ തെരഞ്ഞെടുത്തു. എന്നാൽ ഇസ്ലാം ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ മാർഗങ്ങൾ, അതല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മുസ്ലിം സമൂഹം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് പറയാൻ കാരണം, ഇസ്ലാമിലെ ഖബർ സിയാറത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർക്കാനും
അതോടൊപ്പം തന്നെ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ളതാണ്. പക്ഷേ ഇന്ന് ഞങ്ങളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുകയും ആ വാദത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്ന പല ആളുകളും ഖബറിലേക്ക് പോകുന്നത്, ഖബറാളികളുടെ അരികിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളിന്ന് ശിർക്കിനെ കുറിച്ച് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ്, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കപ്പെട്ടാൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവരെന്താ പറഞ്ഞിരുന്നത്? ലയഖൂലുന്നല്ലാഹ്, അത് അല്ലാഹു ആണെന്ന് അവർ പറഞ്ഞിരുന്നു. ഇന്ന് ആ റബ്ബിന്, എന്നാൽ അള്ളാഹുവിന് പുറമെ എന്തിനാണ് അവർ ലാത്തയെയും മുസ്സയെയും മനാത്തയും ഒക്കെ ആരാധിച്ചിരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖജ്ജിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ശരിയായ ഒരു അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് വഹിയുമായി ഇറങ്ങി. ലാ തുശ്രികു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായി. അവർ പറഞ്ഞു, മുഹമ്മദ് ഇതാ പുതിയൊരു മതവുമായി വന്നിരിക്കുന്നു, ഞങ്ങൾക്കോ ഞങ്ങളെ മാതാപിതാക്കൾക്കോ പൂർവികർക്കോ അറിയാത്തൊരു മതവുമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരെതിരാവുകയും അവർ ഭിന്നിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കും ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, തീർച്ചയായും അവർ ഭിന്നിച്ച വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണ്. ഈ വിധി കൽപ്പിക്കൽ എവിടെയാണ്? നാളെ ആഖിറത്തിലാണ്. എന്തിന്റെ പേരിലാണ് വിധി കൽപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അള്ളാഹു ആണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാക്കാൻ വേണ്ടി ലാത്തയെയും മുസ്സയെയും മനാത്തയെയും ആരാധിച്ചിരുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ഇന്ന് ഖബറാളികളിലേക്ക് തിരിയുന്ന ആളുകൾ. അവരെന്തിനാ ഖബറിലേക്ക് പോകുന്നത്? ഇതേ വാദം തന്നെയാണ് പറയുന്നത്. എന്ത്? ഇവരൊക്കെ മഹത്തുക്കളാണ്, നമ്മൾ പാപികളാണ്, നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുകയില്ല, ഇവരിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല എത്ര കൃത്യമായാണ് അത് പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു തആല ഇന്ന് അവർ ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് ഈ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചോദിക്കും, ഇത് മക്കയിലെ മുശ്രിക്കുകൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തല്ലേ, ഇതെങ്ങനെ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് എതിരെ നിങ്ങൾ ഓതി കേൾപ്പിക്കുന്നത്? സഹോദരങ്ങളെ, ഞാൻ ഹിന്ദുവായി ജീവിച്ചിരുന്ന ഒരാളാണ്. ഇത് ഖുർആൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തിലേക്കോ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചതല്ല. ഖിയാമത്ത് നാളുവരേക്കും സന്മാർഗം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സത്യത്തിന്റെ മാർഗം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിശുദ്ധമായ ഖുർആനിൽ വലിയ വലിയ പാഠങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അവർ ചോദിക്കുകയാണ്, ജീവിച്ചിരിക്കുന്ന വാപ്പയോടും ഉമ്മയോടുമൊക്കെ നമ്മൾ സഹായം തേടാറുണ്ട്, അതിനെ ശിർക്കാണെന്ന് നമ്മൾ ആരും പറയാറില്ല. എന്നാൽ അയാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ അയാളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ശിർക്കാകുന്നത്? ഈ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. എന്താണത്? ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ആളുകളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് വിഭാഗം ആളുകളെ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ സ്വർഗം നേടുന്ന വിജയശകഷികളാണ്. രണ്ടാമത്തേത് നരകത്തിന്റെ അവകാശികളാകാൻ പോകുന്ന ആളുകളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല കത്തിക്കാളുന്ന നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ്? അല്ലാഹു പറയുകയാണ്, അഫഹസിബല്ലദീന കഫറു അൻ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ. അഫഹസിബ, അവർ കരുതുന്നുണ്ടോ? ആരെ കുറിച്ചാണ് പറയുന്നത്? അല്ലദീന, അവർ ഒരു കൂട്ടരെയാണ്. കഫറു, അവർ കാഫറുകളാണ്, അള്ളാഹു റസൂലും കൊണ്ടുവന്നതിൽ വിശ്വസിക്കാത്തവരാണ്. അൻ യത്തഖിദു, അവർ സ്വീകരിക്കാമെന്ന്, ഇബാദി, എൻ്റെ ഇബാദുകൾ, എൻ്റെ അടിമകളെ, മിന്ദൂനി, എനിക്ക് പുറമെ, ഔലിയ, രക്ഷാധികാരികളാക്കിക്കൊണ്ട്. ഖബറിലേക്ക് പോകുന്ന ആളുകൾ വെറുതെ പോകുന്നതല്ല. ഈ ഖബറസ്ഥാനിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കെട്ടിപ്പോക്കി ഖബറിലേക്ക് വരുന്ന ആളുകൾ, കുട്ടികളെ കല്യാണം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ വീട് പണി നടക്കുകയാണ്, അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി വരുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ അടിമകളല്ലാത്തവരാരാ ഈ ഭൂമിയിലുള്ളത്? ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഇബാദുകളല്ലാത്തത് എന്താണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു തആല പറയും, എനിക്ക് പുറമെ എൻ്റെ ഇബാദുകളെ രക്ഷാധികാരികളാക്കി വെച്ച ആളുകൾ അവർ കരുതുന്നുണ്ടോ, ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല, അത്തരക്കാർക്ക് സൽക്കാരം നൽകാൻ വേണ്ടിയാണ് ഞാൻ നരകം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഖുർആനിലൂടെ വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾക്ക് സ്വർഗമാണ് തയ്യാറാക്കി വെച്ചത്. ആ മുഅ്മിനീങ്ങൾ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞത് കേൾക്കുകയും വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് നമ്മളോട് എന്താ പഠിപ്പിച്ചത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളെ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. എന്നാൽ ആർക്കാ മാതൃക ഉണ്ടാകുന്നത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ,
അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്കും. പക്ഷെ ഇന്ന് ആളുകൾ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഓർക്കുന്നത് മഹത്തുക്കളാണെന്ന് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണെന്ന് പറഞ്ഞ് ഈ കെട്ടിപ്പൊക്കിയ ജാറങ്ങളിലാണ് അഭയം തേടുന്നത്. അതൊരിക്കലും ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു, ഇൻ തദ്ഉഹും, എന്നാൽ നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ലാ യസ്മഉ ദുആഅക്കും, എന്നാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുന്നില്ല. വലൗ സമീഉ, ഇനി അഥവാ അവർ കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാകട്ടെ, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ വെച്ച ശിർക്കിനെ അവർ നിഷേധിക്കും. നാളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ അല്ലെങ്കിൽ സഹായം തേടുന്നതിനെ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുകയാണ്, സഹായം തേടുകയാണ്. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ സഹായം തേടിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അതിന് നമുക്ക് മറുപടി പറയും, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നിറവേറ്റി തരും. പക്ഷേ മരണപ്പെട്ടു പോയ ആളുകൾ എവിടുന്നാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മൾ പറഞ്ഞത് കേൾക്കുന്നത് ഇന്നക ലാ തുസ്മിഉൽ മൗത, തീർച്ചയായും മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നതാണ്. മാത്രമല്ല പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉത്തമമായ മാതൃക ഉണ്ട് എന്നുള്ളതാണ്. 23 വർഷക്കാലം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി സ്വഹാബാക്കൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട എത്രയോ സ്വഹാബാക്കൾ യുദ്ധത്തിലും മറ്റുമായി ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്നിവർ കാണിക്കുന്നത് പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബർ കെട്ടിപ്പൊക്കി ആ സ്വഹാബിയുടെ ഖബറിൻ്റെ അരികിൽ പോയി എന്തെങ്കിലും സഹായം ചോദിച്ചിരുന്നുവെങ്കിൽ നമുക്കത് ചോദിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് അങ്ങനത്തെ ഒരു മാതൃക കാണാൻ കഴിയുകയില്ല. മാത്രമല്ല പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്കറിയാം, അത് വഹീൻ്റെ വാക്കുകളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വഹി അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ലാതെ മതപരമായി നമുക്കൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഅ്ശി മിൻകും ബഅദി, തീർച്ചയായും എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവർ ധാരാളം മതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ അത് അവർ കണ്ടെത്തും. എന്നാൽ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ എൻ്റെ അനുചരന്മാരുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബാക്കൾ സ്നേഹിച്ചതുപോലെ മറ്റാരാണ് സ്നേഹിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന്റെ വാർത്ത കേട്ട് ആ വേദിയിലേക്ക് ഓടി വരികയാണ്. സങ്കടം കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നത് അറിഞ്ഞത് ആ വാർത്ത കേട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഊരി പിടിച്ച വാളൂരി കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്ത് ഞാൻ അറുത്ത് കളയുമെന്നുള്ളത്. സങ്കടം കൊണ്ടാണ്. പ്രവാചകൻ മരണപ്പെട്ടത് അറിഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഉമർ, താങ്കളൊന്ന് അടങ്ങണം. മൻ കാന യഅ്ബുദു മുഹമ്മദ്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്ന മുഹമ്മദ് ഖദ് മാത്, ഇതാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ്, ഇനി ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഇന്നല്ലാഹ ഹയ്യും ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. സഹോദരങ്ങളെ, സച്ചരിതരായ സ്വഹാബാക്കളുടെ വിശ്വാസം ഇതായിരുന്നു. അവരാരും എന്താണ് ഉമർ, താങ്കൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാലും നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം. ഈ ഒരു വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂലോ സച്ചരിതരായ സ്വഹാബാക്കളോ പഠിപ്പിക്കാത്ത കാര്യമാണ്. എന്നാൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? നമുക്കറിയാം. ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ എൻ്റെ മക്കൾ പഠിപ്പിക്കുന്ന വാടാനപ്പള്ളി മദ്രസയിലേക്കൊന്ന് പോയി. ആ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് വഴിയോരത്ത് അണ്ണൻ ഉപ്പാപ്പ ജാറം എന്ന് പറയുന്നൊരു ജാറം കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദനയാണ്. കാരണം ഞങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. എവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുക എന്നറിയാതെ മനുഷ്യന്മാർ അള്ളാഹു പറഞ്ഞതിൽ നിന്നും പ്രവാചകൻ പറഞ്ഞതിൽ നിന്നും വിപരീതമായി മരിച്ചുപോയ ആളുകൾ അരികിലേക്ക് പോയി തൊഴുകുന്നത്. ഒരുപാട് അമുസ്ലിം സഹോദരങ്ങൾ അവിടെ വന്നിങ്ങനെ തൊഴുത് നിൽക്കുകയാണ്. ഞാൻ വാഹനം നിർത്തി അതിൻ്റെ അരികിലേക്ക് ചെന്ന് ആ ജാറ നടത്തിപ്പുകാരനോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു ജാറ ഇവിടെ? ഇത് ഭയങ്കര മഹത്വവും കറാമത്തും ഉള്ള ഒരു ജാറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരവിടെ കിടക്കുന്നത്? ഇദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഇയാൾ പാത്രം പെറുക്കാൻ വേണ്ടി വന്ന ഒരു അണ്ണനാണ്. ഞാൻ ഈ മിമ്പറിൽ നിന്ന് വെറുതെ പറയല്ല, നിങ്ങൾക്ക് ആർക്കും വാടാനപ്പള്ളിയിൽ നിന്നും
ബീച്ച് റോഡിന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ വലിയൊരു ദർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ പാത്രം വെറുക്കാൻ വേണ്ടി വന്നു. ഇയാൾ മുസ്ലിം ആണെന്ന് ഞങ്ങൾ അറിഞ്ഞത് ഇയാൾ മരിച്ചതിന് ശേഷമാണ്. ഇയാൾ പള്ളി വരുന്ന ആളുകളാണ്, നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമീങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ അയാൾ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മുസ്ലിമാണെന്ന് അറിഞ്ഞത്. അതെങ്ങനെ ഞങ്ങൾ അറിഞ്ഞത്? അപ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ നോട്ടീസ് എന്തോ ഒട്ടിക്കാൻ പോയ ദിവസം രാത്രി 12 മണിക്ക് വരുമ്പോൾ ഇയാൾ വലിയൊരു മരത്തിൻ്റെ മുകളിൽ കയറി ഖുർആൻ ഓതുന്നത് ഒരാൾ കണ്ടിരുന്നത്രേ. അങ്ങനെ അയാളേനെ പള്ളിയിൽ കൊടുന്ന് അടക്കം ചെയ്തു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഷംസുൽ ഉലമ എന്ന് പറയപ്പെടുന്ന, അല്ലേ, ഉലമാക്കളിലെ സൂര്യൻ എന്നറിയപ്പെടുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവിടെ ഒരു യതീഖാന ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഖബർസ്ഥാനിലേക്ക് നോക്കി സലാം പറഞ്ഞു. ഖബർസ്ഥാനിൽ നിന്നും ഈ അണ്ണൻ ഉപ്പാപ്പയുടെ ജാറത്തിൽ നിന്നും, ആ ജാറത്തിലെ ആ നടത്തിപ്പുകാരൻ എന്നോട് പച്ചയ്ക്ക് പറഞ്ഞ കാര്യമാണ്, ആ ഖബർസ്ഥാനിൽ നിന്നും ഈ അണ്ണൻ ഉപ്പാപ്പയെ അടക്കം ചെയ്ത ഖബറിൽ നിന്നും തിരിച്ചിങ്ങോട്ട് സലാം പറഞ്ഞു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. ഖുർആൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇന്നക്കല്ലാ തുസ്മീൽ മൗത്ത, മരിച്ചു പോയ ആളുകളെ അവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അതുപോലെ തന്നെ അവർ ഇത് എങ്ങനെ സംഭവിച്ചു? സാധാരണക്കാരെ കൊണ്ട് കഴിയില്ല. ഷംസുൽ ഉലമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തത്. മൂപ്പര് വലിയ കറാമത്തുള്ള ഒരാളായിരുന്നു. സുബ്ഹാനല്ലാഹ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൂടാൽ ജാറ്, ആ ജാറത്തിൽ ആ പ്രദേശവാസികളായ ആളുകളോട് ഞങ്ങളൊക്കെ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് തൊഴുകാൻ പോകുമ്പോൾ ഈ ജാറത്തിലും പോയി തൊഴുകും. ഞങ്ങൾക്ക് അള്ളാഹുവിനെ റസൂലിനെ അറിയില്ല. അന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന മുസ്ലിയാക്കന്മാർ ഞങ്ങൾ ചോദിക്കും, ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ചേച്ചി മരിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ പാപമോചനത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അമ്പലത്തിലേക്ക് പോവുകയാണ്. നിങ്ങളെ മനസ്സിലുള്ള നെയ്യത്തൊക്കെ കരുതിയിട്ട് നിങ്ങളെല്ലാം തങ്ങളിപ്പാപ്പാനോട് പറഞ്ഞോളൂ, ഒരു നേർച്ച പൈസ ഇട്ടോളി എന്ന് പറഞ്ഞിരുന്നതാ. ഇന്ന് ഞാൻ മുസ്ലിമായി. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച കഴിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിലെ പോകുമ്പോൾ തിന്മ കണ്ട കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന നിങ്ങൾ തടുക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വേദനിക്കണം. ആളുകളെ കണ്ടാൽ ഞാൻ അവിടെ പോയി പറയാറുണ്ട്. എന്നോട് ആ ജാറത്തിലെ പൂജാരി പറഞ്ഞു, ഷംസുൽ ഉലമയെ അറിയില്ലേ? അദ്ദേഹം ഒരു സ്വപ്നത്തിൽ ഇവിടെ ഒരു മഹാൻ കിടക്കുന്നുണ്ട് എന്നറിഞ്ഞു. അദ്ദേഹം ഇവിടെ വന്ന് ഇയാൾക്കൊരു പേരിട്ടു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എന്താണ് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ പഠിപ്പിച്ചത് അന്നൽ ഉലമാ വറസത്തിൽ അംബിയ, തീർച്ചയായും ഉലമാക്കൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. എന്താണ് അംബിയാക്കളിൽ നിന്നും ഉലമാക്കൾ അനന്തരമെടുക്കുന്നത്? ഏതൊരു കാര്യത്തിനാണ് അള്ളാഹു അംബിയാക്കളെ നിയോഗിച്ചത്? ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ, ഇതിലേക്ക് ക്ഷണിക്കാനാണ്. എന്നാൽ ഇന്നും അവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ വരുന്ന ആളുകൾ വണ്ടി നിർത്തി അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിത് കണ്ടു ചെന്ന് കഴിഞ്ഞാൽ പറയും, എന്തിനാണ് അവിടേക്ക് വന്നത്? വഹാബിസം പറയാനാണോ? തീവ്രവാദം വളർത്താനാണോ? അപ്പം ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഷംസുൽ ഉലമയും താജുൽ ഉലമയും സയ്യിദുൽ ഉലമയൊക്കെയാണ്. പക്ഷേ ഇവർ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും, പ്രവാചകൻ ജനങ്ങളോട് യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, തുഫ്ലിഹു, നിങ്ങൾ വിജയികളായേക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർ പറയുന്നതോ മഹാന്മാരുടെ അടുത്ത് എന്ത് വേണമെങ്കിൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ സെലഫികൾ എന്ന് പറഞ്ഞ് മസ്ജിദുകൾ മാത്രം ഒതുങ്ങിയിരുന്നത് കൊണ്ട് നമ്മൾ എന്താവില്ല, സെലഫികളാവില്ല. നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. മൻഹജ് സലഫ് എന്ന് പറഞ്ഞാൽ നബിയും സ്വഹാബത്തും നിലകൊണ്ട മാർഗമാണ്. ആ മാർഗത്തിൽ തീർച്ചയായും അവർ ഓരോരുത്തരും തൗഹീദ് മനസ്സിലാക്കി തൗഹീദ് സ്വീകരിച്ചതു മുതൽ പിന്നീട് തൗഹീദിൻ്റെ പ്രചാരകരായിരുന്നു. അവരങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ മിമ്പറിൽ നിന്ന് സംസാരിച്ചത് കൊണ്ടോ നമ്മളിത് കേട്ടതുകൊണ്ടോ നമ്മൾ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു അല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളൊക്കെ നടത്തിയിരുന്ന ഞാൻ ഒരിക്കലും മുസ്ലിം ആവുന്ന ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും എനിക്ക് ഇസ്ലാം നൽകി. ഇനി ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് തന്നതു മുതൽ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ഹദീസിൽ നിന്നും ചെറിയ ഭാഗമെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എന്ത് അമൽ ചെയ്തു എന്ന് എന്നോട് ചോദ്യം ചെയ്യപ്പെടും. എന്നതുപോലെ തന്നെ ഉപ്പാടി ഉമ്മാടിയും കുട്ടിയായിട്ട് ഇന്നും അള്ളാഹു അല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ കബറാളികളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയത്, നമുക്ക് ഈ തിരിച്ചറിവ് നൽകിയത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആ നിഅമത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത് ഈ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും യഥാർത്ഥ തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും നാളെ പരലോകത്തിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും യഥാവിധി ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നൽകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, തൗഹീദിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ
അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഈ ഹദീസ് പഠിക്കുന്നത്, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് ദുനിയാവിലെ നരകമാകുന്ന കാരാഗൃഹത്തിൽ വെച്ച്, അഥവാ ജയിലിൽ വെച്ചിട്ടാണ്. അന്ന് അറബിയൊന്നും വായിക്കാൻ അറിയില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയത് മുതൽ കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം. അപ്പം ഇങ്ങനെ ജയിലിലെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുസ്തകം കൊണ്ടുവന്ന് വായിക്കുമ്പോൾ അതിൽ ഞാൻ അന്ന് എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇനി എനിക്കൊരു മോചനമുണ്ട്, എനിക്കൊരു നന്മയുടെ ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രചോദനമായൊരു കാര്യമാണ്. അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടു. ഖാല അല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യബ്നു ആദം, ആദമിൻ്റെ മക്കളെ. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ആദമിൻ്റെ മക്കളല്ലാത്തവരല്ല. അപ്പം ആദമിൻ്റെ മക്കളെ എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യന്മാരെ മുതൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യബ്നു ആദം, ആദമിൻ്റെ മകനെ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം പാപങ്ങളുമായി നീ എന്നിലേക്ക് മടക്കപ്പെടും. ഭൂമിയിലേക്ക് നമ്മൾ വന്നത് പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ കുല്ലു ബനി ആദം ഖതാഊൻ, ആദമിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റും, വീഴ്ചകൾ പറ്റും. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനിലൂടെ നമ്മെ അറിയുകയാണ്, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം പാപങ്ങളുമായി നീ എന്നിലേക്ക് മടക്കപ്പെടും. സുമ്മ ലഖീതനി, പിന്നീട് നീ എന്നെ കണ്ടുമുട്ടും. ഏതുപോലെ? ലാ തുശ്രികു ബി ഷൈഅ, എന്നോടൊന്നിനെയും പങ്കു ചേർക്കാത്ത നിലയിൽ. അതായത് ഭൂമിയോളം പാപങ്ങളുമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കപ്പെടുന്നു, നന്മയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ തിന്മകൾ എന്ത് ചെയ്യും? ത്രാസ് കനം കൂടി നിലത്ത് തട്ടും. നന്മകളൊന്നും അവൻ ചെയ്തിട്ടില്ല. വലതുവശത്തേക്ക് നോക്കിയാൽ നരകം കാണും, ഇടതുവശത്തേക്ക് നോക്കിയാലും നരകം കാണും, മുമ്പിൽ റബ്ബ്. സുബ്ഹാനല്ലാഹ്, അവനൊരു പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഏടെടുത്ത് മറ്റേ തട്ടിൽ വെക്കുമെന്നും ആ മറ്റേ തട്ട് കനം തൂങ്ങുമെന്നും ഈ തിന്മയുടെ തട്ട് കനം പൊങ്ങിപ്പോകുമെന്നും പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനോട് അവർ ചോദിക്കുന്നുണ്ട്, അള്ളാഹു, ഞാൻ എന്ത് നന്മയായി ചെയ്തത്? അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിഷ്കളങ്കമായ തൗഹീദ് ഉള്ളത് കൊണ്ടാണ്. ഈ കാര്യം തന്നെയാണ് ഈ ഹദീസിലും പറയുന്നത്, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ, എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാത്ത നിലയിലാണ് നീ എന്നിലേക്ക് മടങ്ങുന്നതെങ്കിൽ ലഅതൈതുക, ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്, ബിഖുറാബിഹ മഗ്ഫിറതൻ, ഭൂമിയോളം പാപമോചനവുമായി. നോക്കൂ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമ്മളോട് എത്രമാത്രം കരുണയുള്ളവനാ. ഭൂമിയോളം പാപങ്ങളുമായാണ് നമ്മൾ മടക്കപ്പെടുന്നതെങ്കിലും ശിർക്ക് ചെയ്യാത്തവരായിട്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതെങ്കിൽ ഭൂമിയോളം പാപമോചനവുമായി അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ അരികിലേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ശിർക്കിൻ്റെ ഗൗരവം പറഞ്ഞത് എന്താണ്? ആ ആയത്താണ് ഞാൻ ഇവിടെ ഓതി വെച്ചത്. വലഖദ് ഊഹിയ ഇലൈക, തീർച്ചയായിട്ടും നബിയെ ഞാൻ താങ്കൾക്ക് വഹീ നൽകിയിട്ടുണ്ട്. എന്നാൽ നബിക്ക് മാത്രമാണോ? അല്ല, വലില്ലദീന മിൻ ഖബലിക്, താങ്കൾക്ക് മുമ്പ് വന്ന ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വഹീ നൽകിയിട്ടുണ്ട്. എന്താണത്? ലയിൻ അഷ്റക്ത, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ. ഇതാരോടാ പറയുന്നത്? നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ താങ്കൾ അമലുകളെല്ലാം ഞാൻ നിഷ്ഫലമാക്കി കളയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പം ശിർക്ക് എന്നുള്ളത് എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് എന്നുള്ളത് മഹാപാതകം തന്നെയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല എന്താണോ ശിർക്കായി പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇന്ന് ഏറ്റവും വലിയ സുന്നത്ത് എന്നുള്ള നിലയിൽ ഒരു വിഭാഗം ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അവരോട് എന്ത് ചെയ്യണം? നസീഹത്ത് ഉണ്ടാവണം, ഗുണകാംക്ഷ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഹൈന്ദവനായി ജീവിക്കുന്ന സമയത്ത് ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പോകുന്ന ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? റസൂല് നമ്മളോട് പറഞ്ഞേൽപ്പിച്ചത്, സ്വഹാബാക്കളോട് പറഞ്ഞത്, ബല്ലിഉ അന്നി വലൗ ആയ, എന്നിൽ നിന്നും ഒരായത്തെ അറിയെങ്കിലും നിങ്ങളത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനാ. ഈ നിലപാട് തന്നെയാണ് അല്ലാഹ് അല്ലാത്ത ജാറത്തിലേക്കും ഖബറാളികളിലേക്കും പോകുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്. കാരണം ഖുർആനിന്റെ പ്രത്യേകത, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലദി ഹിയ അഖ്വം, തീർച്ചയായിട്ടും ഈ ഖുർആൻ അത് ഏറ്റവും നല്ലതിലേക്ക് വഴി നടത്തും എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പ്രവാചകന്റെ വാക്കുകളിൽ അത് വഹിയാണ്. അത് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അതനുസരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മത്സരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനിൽ സത്യം, ലതഅമുറൂന ബിൽ മഅറൂഫ് വലാ തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മതമല്ലാത്ത കാര്യം മതമായി വിശ്വസിച്ച് ആചരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്നത് വളരെ പുണ്യകരമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇതന്നെയാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളുടെ അവസ്ഥ.
അവർ മതം പഠിച്ചത് ഖുർആനിൽ നിന്നോ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നല്ല. ജനിച്ചപ്പോൾ വാപ്പി ഇമ്മയും ഖബറിലേക്ക് പോകുന്നുണ്ട്, അത് കണ്ടു പഠിച്ചു. ഞങ്ങളും ജനിച്ചപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോടും ജനതയോടും ചോദിച്ചില്ലേ, ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ ഹാദിഹി തമാസീൽ. അദ്ദേഹം തന്റെ ഉപ്പയോടും ജനതയോടും ചോദിച്ചു, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ എന്താണ്? അല്ലദീ അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഇവർക്ക് ഭജന ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. എന്താ അവർ പറഞ്ഞത്? ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളെ പിതാക്കന്മാർ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചവരോട് എന്താ പറഞ്ഞത്? ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. എന്നാ ഉപ്പ നിങ്ങളെ വാപ്പക്കാരന്മാരും ചെയ്തല്ല, എന്നാൽ ഞാനും ചെയ്യാന്നുള്ളതല്ല. എന്നാൽ നിങ്ങളും നിങ്ങളെ പിതാക്കന്മാരും വഴിപിഴച്ചു പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ഒരുപക്ഷെ അത് ഉൾക്കൊള്ളും. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള വിഷയം പറയുമ്പോഴാണ് വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവനിൽ സത്യമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ എന്താ? നിങ്ങൾ ഇസ്ലാം എന്താന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാം വിരോധിച്ച തിന്മകൾ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് തടയണം. വിശിഷ്യ തൗഹീദ് എന്താന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഷിർക്കിന്റെ ഗൗരവം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ, ആരോടാ പറയുന്നത്? ഇരിക്കുന്ന ആളുകളൊക്കെ നാളെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നേരെ ശിക്ഷ ഇറക്കുന്നതാണ്. നമുക്കറിയാം, മുൻകാല സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് എപ്പോഴാണ്? അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും പ്രവാചക അധ്യാപനങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ്. മുൻകാല സമൂഹങ്ങളെ എല്ലാവരെയും അള്ളാഹു നശിപ്പിച്ചത് അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും പ്രവാചക അധ്യാപനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഈ ഉമ്മത്തിനെ കുറിച്ച്, വിശിഷ്യ എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത് എന്താ? വകദാലിക, അപ്രകാരം ജഅൽനാക്കും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു, ഉമ്മത്തൻ, ഒരു സമുദായം, വസത്തൻ, മധ്യമമായിട്ടുള്ള. എന്തിനു വേണ്ടിയാണ്? ലിതകൂനു ശുഹദാഹ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണം. എന്താണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഇതറിയാതെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ 28 കൊല്ലം. എനിക്ക് ചുറ്റും മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. അവർ സലഫികളായിരുന്നു, സുന്നികളായിരുന്നു, മറ്റു പല പേരിലും അറിയപ്പെട്ടിരുന്നു. പക്ഷേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലാണ്, ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്, താക്കീത് നൽകാൻ വേണ്ടി. പക്ഷെ ഒരിക്കൽ പോലും ഒരാളും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ജയിലിലിരുന്ന് ഈ ഖുർആൻ വായിച്ചപ്പോഴാണ്, പടച്ചോനെ, ഇങ്ങനൊരു ഗ്രന്ഥം മുസ്ലിമീങ്ങളെ കയ്യിലുണ്ടായിട്ട്, ഇങ്ങനൊരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ട് നിന്റെ ജീവിതത്തിൽ ഇതൊന്നും പഠിക്കാനും മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലിതകൂനു ശുഹദാഹ അലന്നാസ്, നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷ്യം വഹിക്കേണ്ടവർ. 500 പ്രവാചകൻ വരാനില്ല. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളെ റസൂൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതുപോലെ. നമുക്കാരാ അള്ളാഹുവിനെ കുറിച്ച് സാക്ഷ്യം വഹിച്ചത്? അള്ളാഹുവിന്റെ റസൂലാണ്. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണത് ആരാ നമുക്ക് സാക്ഷ്യം വഹിച്ചത്? അള്ളാഹുവിന്റെ റസൂലാണ്. എന്നാൽ റസൂൽ ഇല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ നാം ആക്കിയിട്ടുണ്ട് ഒരു ഉമ്മത്തായ, ഒരു നല്ലൊരു ഉമ്മത്തായിക്കൊണ്ട്. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ആ സാക്ഷ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ലയൂഷികന്നല്ലാഹു അൻ യബ്അശ അലൈക്കും ഇകാബ മിൻകും, അള്ളാഹു നിങ്ങൾക്ക് നേരെ ശിക്ഷ അയക്കുന്നതാണ്. അള്ളാഹ് പറഞ്ഞ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളിലേക്ക് ശിക്ഷ ഇറക്കും. എന്താണത്? അനർഹരായ ആളുകൾക്ക് അള്ളാഹു അധികാരം കൊടുക്കും. ആ അധികാരം കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കും പല രീതിയിൽ. ആ സമയത്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹു മൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, അള്ളാഹുവെ കാഫിറുകളായ ആളുകൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമോ? ഇല്ല. റസൂല് പറഞ്ഞ എന്താണെന്നറിയോ? സുമ്മ തദ്ഉന ഫലാ യസ്തജാബു ലക്കും, നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ സലഫികളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് അമലാക്കാനും തിരഞ്ഞെടുത്ത ആളുകളാണ്. നമ്മളെ യോഗ്യത കൊണ്ടല്ല. പക്ഷേ മൻഹജ് സലഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടാത്തതിൻ്റെ വേദനയെ പറയുന്നു, എനിക്ക് തൗഹീദ് ആരും പറഞ്ഞു തരാത്തതിൻ്റെ വേദനയെ പറയുന്നത്. നമ്മൾക്ക് ചുറ്റും ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യർ, ഖുർആനിൽ പറഞ്ഞു വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ഇത് പഠിച്ച നമുക്കറിയാം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന എത്ര ആളുണ്ട് നമ്മളെ ചുറ്റിലും. അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ, അവൻ്റെ റസൂലിനെ കുറിച്ച് അറിയാതെ, ആഖിറത്തിലെ ജീവിതത്തെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്ന ആളുകൾ. അവരോട് ഇസ്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മൻഹജ് സലഫ് പിൻപറ്റുന്ന മുസ്ലിമീങ്ങളാവാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫി സിൽമി കാഫ, സത്യവിശ്വാസികളായ എൻ്റെ അടിമകളെ, ഉദ്ഖുലു ഫി സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് പ്രവേശിക്കണം.
വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളെ പ്രത്യക്ഷ ശത്രുവാണ്. സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, മുജാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്നവനാണ്. അതൊരിക്കലും നമുക്കൊരു പള്ളിയിൽ പോയി ആവാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഇത്തരം ബിദ്അത്തും ഖുറാഫാത്തും ചെയ്യുന്ന ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾ സുന്നികളാണ്. അവരോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ സുന്നിയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ സുന്നിയാവണം. സുന്നി പള്ളി പോയതുകൊണ്ട് നമ്മൾ ആരെങ്കിലും സുന്നിയാവുമോ? ഇല്ല. അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ ജീവിതം ഉപയോഗപ്പെടുത്തുക. നാളെ ആഖിറത്തിൽ സത്യനിഷേധികളായിക്കൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹു മിനിങ്ങളായി മുസ്ലിമീങ്ങളായി നമ്മളെ മരിപ്പിക്കട്ടെ. എങ്കിലും ആ സത്യനിഷേധികളായ ആളുകളെ നരകത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്ത് മുൽക്കിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലം യഅ്തികുൻ നദീർ, നിങ്ങളൊരുത്തൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കും. നാളെ പരലോകത്തെ കാര്യമാണ്. അന്ന് ആ മനുഷ്യർ പറയും, ഖാലൂ ബലാ ഖദ് ജാഅന നദീറും, അള്ളാഹുവെ തീർച്ചയായിട്ടും ഞങ്ങളടുത്തൊരു നദീർ വന്നിരുന്നു. ഫകദ്ദബ്ന, എന്നാൽ ഞങ്ങൾ അവരെ കളവാക്കി. വഖുൽന, ഞങ്ങൾ പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയെന്ന് ഇറക്കിയിട്ടില്ല. നമ്മളൊക്കെ ജാറത്തിൽ പോയിട്ട് ഞാൻ ഇന്നലെ വരെ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്ന ഒരാളാണ്. ഇത് പാടില്ല. നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു കൽപ്പിച്ച രീതിയിൽ, പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലാന്ന് പറയുമ്പോൾ അവർ പറയാം, നീ ഇന്നലെ ഇസ്ലാമിലേക്ക് വന്ന് ഞങ്ങളെ ഉപദേശിക്കുകയാണോ? ഒന്ന് പോടാ അവിടെ നിന്ന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ഖുർആനിലൂടെ പറയാണ്, ഖാലൂ ബലാ ഖദ് ജാഅന നദീറും, തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നു. ഇന്നലെ വരെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടും ഇസ്ലാമിൻ്റെ സത്യസന്ദേശം എത്തിപ്പെടാത്ത ഒരാൾ ഇന്ന് മിമ്പറിൽ കയറി നിങ്ങളോട് പറയുന്നതും അള്ളാഹു സാക്ഷിയാണ്, നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തൗഹീദുള്ള നമുക്ക് നമ്മുടെ മേത്ത് അള്ളാഹു അവൻ്റെ റസൂലും ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ദഅവത്ത് എന്നുള്ളത്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, നമുക്കറിയാം, പ്രവാചകനെ ഇത്തിബാ ചെയ്യാതെ നമുക്ക് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പ്രബോധനം ചെയ്യാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന ഒരു മുഅ്മിനാണ്, ഒരു മുസ്ലിമാണെന്ന് ഞാൻ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ വരുന്നതിന് മുമ്പായി നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെ പ്രദേശത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധിക്ക് അനുസരിച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. ഒരുപാട് കാലം രോഗബാധിതനായി പ്രയാസപ്പെട്ടിട്ടാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. മക്കൾ വലുതായാലും മാതാപിതാക്കൾക്ക് മക്കൾ കുട്ടികളാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ അവനോടൊപ്പം സ്വർഗത്തിൽ ചേക്കാറാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മളെ മാതാപിതാക്കളുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും. അള്ളാഹു അവർക്കെല്ലാവർക്കും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. നമുക്കും ഈ ശത്രുക്കളുടെയും അതുപോലെ തന്നെ എല്ലാ മേഖലയിൽ നിന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പ്രയാസങ്ങൾ തടുക്കുമ്പോൾ അചഞ്ചലമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.